ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ KS വാസുദേവ ശർമാജിയുടെ 8ാമത് ചരമവാർഷികമാണെന്ന് വെൺമണി എന്ന പ്രദേശത്തു നിന്നും കേരള രാഷ്ട്രീയത്തിൻ്റെ ഉന്നതങ്ങളിലെത്തുകയും ആദർശധീരമായ ജീവിതം നയിക്കുകയും ചെയ്ത് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചിരുന്ന നേതാവായിരുന്നു ശ്രീ KS വാസുദേവ ശർമ്മ. അദ്ദേഹം വെൺമണി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി തുടങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ സംഘടനയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി, അതിനുശേഷം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി പ്രവർത്തിച്ച ഒരു പാരമ്പര്യമുണ്ട്. ശർമ്മ സാറിൻ്റെ നിര്യാണം ചെങ്ങന്നൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന് വളരെ വലിയ ഒരു നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. വാസുദേവ ശർമ്മ സാർ ഒരു നല്ല ലിസണറായിരുന്നു. എല്ലാം കേൾക്കുമായിരുന്നു. ഏതൊരാളിൻ്റെയും പ്രശ്നങ്ങൾ കേൾക്കുമായിരുന്നു. അരൂരിൽ നിന്നും, ചേർത്തലയിൽ നിന്നും, ആലപ്പുഴയിൽ നിന്നും എല്ലാം അതിരാവിലെ ബസ് കയറിയും കാറിലും ഈ വീടിൻ്റെ മുറ്റത്ത് ആളുകൾ എത്തിയിരുന്നു. ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചവർ വരെ ശർമ്മ സാറിനെ കണ്ട് സംസാരിക്കാൻ വരുമായിരുന്നു. ശർമ്മ സാറിനെ കണ്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരാശ്വാസമായിരുന്നു. അദ്ദേഹം അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുമായിരുന്നു. അദ്ദേഹം അത് ആശ്വസിപ്പിക്കുമായിരുന്നു. ആ ശർമാജിയുടെ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിര്യാണം മൂലമുണ്ടായ വിടവിൻ്റെ ആഘാതം ഈ കാലഘട്ടത്തിൽ വളരെ കൂടുകയാണ്. ഒരുപക്ഷെ MP MLA ആയില്ലെങ്കിലും അദ്ദേഹത്തെ നമ്മളിന്ന് അനുസ്മരിക്കുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവശുദ്ധിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എതിരാളികൾ പോലും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. അപ്പോൾ ഈ സാറ് എല്ലായിടത്തും വരും, എല്ലാ മീറ്റിങ്ങിനും പുലി വരും. അന്ന് ഈ കുളിക്കാമ്പാലത്ത് ഡെയിലി സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അന്ന് മുതലുള്ള ഒരു ബന്ധമാണ്. ഞാനുമായിട്ട് തന്നെയല്ല, എൻ്റെ വീട്ടുകാർ, എൻ്റെ അച്ഛനുമായിട്ട് എന്നെക്കാട്ടിൽ ബന്ധമായിരുന്നു. കാരണം അച്ഛൻ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് ചെങ്ങന്നൂർ താലൂക്കിൽ പ്രവർത്തിക്കുകയാണ്. മാർക്സിസ്റ്റുകാർ വന്ന് ആക്രമിക്കുകയും അടിപിടി നടത്തുകയും വീട് തകർക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അന്ന് മുതലുള്ള സാറുമായിട്ടുള്ള ഒരു ബന്ധമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. അദ്ദേഹം 25 കൊല്ലത്തോളം വെൺമണി പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അല്ലേ? 17 കൊല്ലം വെൺമണി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹം കേരള കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാനായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹം കേരള കാർഷിക സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് പ്രവർത്തിച്ചു. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. കാർഷിക സഹകരണ യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ ഇവിടെ സൂചിപ്പിച്ച KSFEയുടെ ചെയർമാനായിരുന്നു. അങ്ങനെ MLA എന്നുള്ള ആ സ്ഥാനം ഒഴിച്ച് ബാക്കി എല്ലാ പദവികളും അദ്ദേഹം കൈകാര്യം. ഏറ്റവും അവസാനമായി അദ്ദേഹം ആരാധ്യനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി, സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി. സാറ് പന്തളം കോളേജിലെ അധ്യാപകനായിരുന്നു, പാർട്ട് ടൈം ലോ ലെക്ചറായിരുന്നു. അപ്പോൾ ഈ പിള്ളേരോട് പറയും, പിന്നെ നിങ്ങളൊക്കെ നല്ലപോലെ പഠിച്ച് നിങ്ങളൊരു ഫസ്റ്റ് റാങ്ക് കിട്ടി പഠിക്കണമെന്ന് വിചാരിച്ചെങ്കിലേ നിങ്ങൾക്കൊരു ഫസ്റ്റ് ക്ലാസ് കിട്ടത്തുള്ളൂ. സാറ് പറയുന്നതാണ്. നിങ്ങളപ്പോൾ ഒരു ഫസ്റ്റ് ക്ലാസ് കിട്ടണമെന്ന് വിചാരിച്ചാലേ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുള്ളൂ. അപ്പോൾ ഒരു ഇയർക്ക് വേണ്ടി ചോദിച്ചു, സാറപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റ് ആവുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ ഇപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ്? സാറിൻ്റെ പാവന സ്മരണയ്ക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.